for me. നോണാക്റ്റീവ് ഫോൺ കിട്ടാനെന്തോ നോണാക്റ്റീവ് കിട്ടണമെങ്കിൽ പുതിയത് എടുക്കണം. നോണാക്റ്റീവ് അല്ല അതെവിടെയാ ഐഫോൺ 14 Pro Max 13 Pro Max ഈ ബിൽഡിങ്ങിലെല്ലാം ഉണ്ട്. ഒരു 5ാമത്തെ ഷോപ്പ് ഐസ്പേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ. പിന്നെ അതെല്ലാം അങ്ങോട്ട് പോയാല് മില്ലേനിയം ഉണ്ട്. പിന്നെ ഈ റോഡില്ല, അകത്തുള്ള റോഡ് നേരെ പോയാൽ മില്യൻ ഒന്നുണ്ട് ഒരു ഷോപ്പ്. സെൽഫ് മില്ലേനിയം. പിന്നെ സെൽഫ് പോയിന്റ് ഷോപ്പ് ഉണ്ട്. ഹലോ മച്ചന്മാരെ, ഞാൻ ഇന്ന് വന്നേക്കണത് ഒരു ഐഫോൺ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതും നമ്മുടെ പെനിയ സ്ക്വയറിലുള്ള സെക്കൻഡ് ഹാൻഡ് ഐഫോണുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ഞാൻ ഒരുപാട് നടന്ന് ലാസ്റ്റ് ടയേർഡായിട്ട് ഒരു ഐഫോൺ എടുത്തേ പറ്റൂ എന്നുള്ളൊരു വാശിയിൽ ഞാൻ നേരെ ഒരു കടയിലേക്കാണ് കയറി ചെന്നു. അവിടെ കയറി ചെന്നപ്പോൾ തന്നെ അവർ നമ്മളെ ട്രീറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരെ ചോദിച്ചു, എനിക്ക് ഒന്നല്ലെങ്കിൽ ഐഫോൺ 13 Pro Max അതല്ലാന്നുണ്ടെങ്കിൽ ഐഫോൺ 15 Pro Max ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഉണ്ടെന്നും പറഞ്ഞിട്ട് എനിക്കൊരു 2 ഐഫോൺ എനിക്ക് എൻ്റെ മുമ്പിലേക്ക് വെച്ചെന്നു. ഞാൻ ഫസ്റ്റ് എൻ്റെ ഫോൺ എടുത്തതിന് ശേഷം അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്തു. എവിടെയെങ്കിലും സ്ക്രാച്ച് ഉണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിന് എന്തെങ്കിലും ലൈനോ കാര്യങ്ങളോ ഉണ്ടോ, അതല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ മാറിയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ A to Z കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പുറത്തുനിന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്തു. രണ്ടാമത് ഞാൻ ചെക്ക് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ സ്ക്രീൻ മാറിയിട്ടുണ്ടോ എന്നുള്ളത്. സ്ക്രീൻ ടോൺ ചെക്കിങ്, ട്രൂ ടോൺ ചെക്കിങ് എന്ന് പറയും അതിന്. അത് ചെക്ക് ചെയ്തതിന് ശേഷം അത് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ, ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ ഡിസ്പ്ലേ. സോ ഞാനത് മുഴുവൻ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് മൂന്നാമത് ചെക്ക് ചെയ്യണത് മോഡൽ ചെക്കിങ് കണ്ടു. മോഡൽ ചെക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M എന്ന് പറഞ്ഞാൽ പുതിയ സീരീസ് ആയിരിക്കും, N എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ചെയ്തിട്ട്, R എന്ന് പറഞ്ഞാൽ റീഫർബിഷ്ഡ്, അതും ആപ്പിൾ സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് P എന്ന് പറയുന്നത് പേഴ്സണലി മൊത്തം അസംബിൾ ചെയ്തേക്കുന്ന സീരീസാണ് P വരുന്നത്. അതിനുശേഷം നാലാമത് ഞാൻ ചെക്ക് ചെയ്തത് അതിൻ്റെ ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്തു. IMEI നമ്പർ, സീരിയൽ നമ്പർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തു. അത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് സെറ്റിങ്സ് എടുക്കുക, സെറ്റിങ്സിൽ ജനറൽ എടുക്കുക. അതിനുശേഷം എബൌട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ IMEI നമ്പർ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം അഞ്ചാമത് ഞാൻ ചെക്ക് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ക്ലൗഡ് ലോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ആക്ടിവേഷൻ ലോക്ക് ക്ലിയർ ചെയ്തതാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം ആറാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സ്ക്രീനോ ടച്ചിനോ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. അതിപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷനോ കാര്യങ്ങളോ വെച്ച് നോക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എടുത്തിട്ട് സ്ക്രീൻ മൊത്തം ഒന്ന് ഓടിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഏഴാമതായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററിയുടെ ഹെൽത്താണ്. ബാറ്ററിയുടെ ഹെൽത്ത് 80% താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാനേ നിൽക്കണ്ട. കാരണം നിങ്ങളത് വാങ്ങിച്ചു കഴിഞ്ഞാലും നിങ്ങളത് വീണ്ടും റീപ്ലേസ് ചെയ്യണം. അത് റീപ്ലേസ് ചെയ്താലും നിങ്ങൾക്ക് എത്രത്തോളം പെർഫെക്ഷൻ കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ എട്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ക്യാമറ, ഫ്ലാഷ്, സെൻസർ അത് വർക്ക് ചെയ്യണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. നൈറ്റ് മാത്രം ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ മോർണിംഗിലും ചെക്ക് ചെയ്യുക. കാരണം നൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്രെയിൻസോ കാര്യങ്ങളോ ഉണ്ടെന്ന് നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല. മോർണിംഗ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ 9 നിങ്ങൾ അതിൻ്റെ സ്പീക്കർ, മൈക്രോഫോൺ, പിന്നെ അതിൻ്റെ കോൾ ചെയ്തിട്ടുള്ള അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യുക. 2 സ്പീക്കറും വർക്കിംഗ് ആണോ, അതിൻ്റെ മൈക്രോഫോൺസൊക്കെ വർക്കിംഗ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. 10ാമതായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വൈഫൈ, ബ്ലൂടൂത്ത്, GPS, പിന്നെ നെറ്റ്വർക്ക് അത് വർക്ക് ചെയ്യണ്ടോ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യാം. 11 നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ബട്ടൺസ്, എല്ലാ ബട്ടണും വർക്കിംഗ് ആണോ, അതിൻ്റെ ടച്ച് വർക്കിംഗ് ആണോ, ഫേസ് ID വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയർ എല്ലാം എന്തെങ്കിലും കുഴപ്പമുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ 12ാമതായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ സോഫ്റ്റ്വെയർ, അതിൻ്റെ വാറണ്ടി ചെക്ക്. നിങ്ങൾ പുതിയ ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാറണ്ടി എല്ലാം ഓക്കെ ആയിരിക്കും. പിന്നെ മേ ബി സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുമ്പോൾ ചിലത് വാറണ്ടി അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്, ചിലത് വാറണ്ടി അവൈലബിൾ അല്ലാത്തതും ഉണ്ട് കേട്ടോ. അത് ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ബേസിക്കായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫോൺ ജെനുവിൻ ആണോ, IMEI നമ്പറും കാര്യങ്ങളും വെച്ചിട്ട് ഐഫോണിൽ നിന്ന് ഓതറൈസ്ഡ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നെറ്റുള്ളൊരു ഫോണായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം https checkcoverage.apple.com എന്നും പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഫോണിൻ്റെ IMEI നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. പിന്നെ 14 നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ലാപ്ടോപ്പായിട്ടാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ആ ലാപ്ടോപ്പിൽ 3U ടൂൾസ്, ഫോൺ ഡോക്ടർ പ്ലസ്, കോക്കനട്ട് ബാറ്ററി, ഈ 3 ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ ഹാർഡ്വെയർ റിലേറ്റഡോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. 15
ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കടയിലുള്ള ആളോട് വൈഫൈ ചോദിച്ചിട്ട് നിങ്ങൾ അതിനകത്ത് ജസ്റ്റ് IME24 അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഫോൺ മുഴുവൻ ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഫോൺ ഇഷ്ടമായി. ബട്ട് ലാസ്റ്റ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒട്ടിച്ചേക്കണതിലൊരു ചെറിയൊരു അപാകത, ഗം കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു ഇതിൻ്റെ ഡിസ്പ്ലേ മാറിയിട്ടുണ്ടോ? പറഞ്ഞു ഇല്ല, ഞങ്ങളിത് മാറിയിട്ടില്ല, ഞങ്ങളങ്ങനെ മാറിയതോ അല്ലെങ്കിൽ അലമ്പ് ഫോണുകളോ നമ്മൾ വെക്കാറില്ല, നമ്മളെല്ലാം ചെക്ക് ചെയ്ത് നീറ്റ് സാധനം വെക്കുക. ഞാൻ പറഞ്ഞു ചേച്ചി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ പറയാം അയ്യോ ഇതിൻ്റെ ഡിസ്പ്ലേ മാറിയിട്ടുണ്ട്, പക്ഷെ അത് ഒറിജിനൽ. അത് കേട്ടപ്പോഴേ എനിക്കൊരു പന്തികേട് തോന്നി. ഞാൻ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. ഞാൻ നൈസായിട്ട് ഞാൻ ആളുടെ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് പിന്നെ വരാം, നിങ്ങളുടെ കയ്യിൽ നോൺ ആക്റ്റീവ് പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ വന്ന് ചൂസ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ ആ കടയിൽ നിന്ന് നൈസായിട്ട് സ്കൂട്ടായി. കാരണം നമ്മുടെ തലയിലേക്ക് വെച്ച് കെട്ടണ പോലെ ആയിപ്പോയി ഈ ഒരു ഫോൺ. എനിക്കങ്ങനെ കാശ് കൊടുത്ത് വാങ്ങണതാണ്, വാങ്ങുമ്പോൾ നല്ലത് എടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നാലെ റിപ്പയർ ചെയ്ത് വീണ്ടും കയറി ഇറങ്ങി നടക്കാമെന്ന് പറയണത് നടക്കണ കേസല്ല. അങ്ങനെ ഞാൻ നടന്ന് വീണ്ടും ഒരു ഓറഞ്ച് ലൈൻ എന്ന് പറയുന്ന കടയിൽ കയറി. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ചോദിക്കണ്ട. അപ്പോൾ പറയാൻ ഞങ്ങൾ ഇപ്പോൾ നോക്കാം പോരാന്നും പറഞ്ഞിട്ട് 2-3 മിനിറ്റോളം ഇതന്നെ. അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഇമ്പ്രഷൻ അങ്ങോട്ട് പോയി. ഞാൻ ചോദിച്ചു നോൺ ആക്റ്റീവ് ഉണ്ടോ? അപ്പോൾ പറഞ്ഞു നോൺ ആക്റ്റീവ് ഇപ്പം ഞങ്ങളുടെ കടയിലില്ല, വേറെ കടയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് ആ കടയിൽ നിന്ന് ഇറങ്ങി കുറേ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. നടന്ന് ഞാൻ ഒരു സിഗ്നലിൻ്റെ ഫ്രണ്ടിലെത്തി. സിഗ്നലിൻ്റെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു മോസ്കും. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിൽക്കണു. റെഡ് സിഗ്നലാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ നടന്നു പോകണതിൻ്റെ ആ കൂട്ടത്തിൽ ഞാനും അങ്ങോട്ട് പയ്യെ നൈസായി പോയി. നിങ്ങൾ നോക്കിയും കണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫൈൻ കിട്ടും. ജോവാക്കിങ്ങിന് നമുക്ക് ഫൈൻ കിട്ടുന്നത് 400 ദിർഹംസ്. എനിക്ക് ഇതിനു മുമ്പ് ഓൾറെഡി ഒരു തവണ കിട്ടിയതാണ് ബിസിനസ് ബേയിൽ. സോ അങ്ങനെ ഞാൻ നടന്ന് കുറേ കടകൾ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിനൊരു തൃപ്തി കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഒരുപാട് ടയേർഡായിട്ടോ, കാരണം നടന്ന് ഞാൻ ശരിക്കും ടയേർഡായി. എങ്ങനെയെങ്കിലും ഒരു കടയിൽ കയറണമെന്നും പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ഒരു കടയിലേക്ക് കണ്ട് കയറി ചെന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കണം എന്നുള്ളൊരു വൈബ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ചോദിച്ചു ചേട്ടാ ഇവിടെ നോൺ ആക്റ്റീവ് ഫോൺ ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു ഉണ്ട്, നോൺ ആക്റ്റീവ് ഫോൺ ഉണ്ട്. നിങ്ങൾക്ക് iPhone 13 Pro Max ആണെന്നുണ്ടെങ്കിൽ 1200 ദിർഹംസ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്, 128 GB. ഇപ്പോൾ 14 ആയാലും 15 ആയാലും 16 ആയാലും നിസാര റേറ്റിന് ഫോൺ അവൈലബിൾ ആണ് കേട്ടോ. എന്താണ് ഈ നോൺ ആക്റ്റീവ് ഫോൺ എന്നുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഞാൻ കുറേ ആളുടെ അടുത്ത് സംസാരിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്ക് സെക്കൻഡ് ഹാൻഡ് ഐഫോണിനോട് താല്പര്യമില്ല, എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പീസായിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ നോൺ ആക്റ്റീവ്. ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഫോൺ ഉണ്ടെങ്കിൽ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പുതിയ ഫോൺ നിങ്ങൾ പറയുന്ന രീതിയിൽ iPhone 13 Pro Max ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല. നോൺ ആക്റ്റീവ് നമുക്ക് അറിയാവുന്നൊരു കടയുണ്ട്, അവിടെ അവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് 2500 ദിർഹംസ് അല്ലെങ്കിൽ 2800 ദിർഹംസ് ആയിരിക്കും. ഞാൻ പറഞ്ഞു ഉണ്ടെന്നുള്ളത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ എടുക്കാം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 2500 ദിർഹംസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു 128 GB 2400 ഞാൻ നിനക്ക് തരാം. ഞാൻ പറഞ്ഞു നോക്കാം, നല്ലതാണ്, ഫോൺ കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കണേൽ യാതൊരു കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കടയിൽ ഒരു പുള്ളി പറഞ്ഞു എന്നാൽ വായോ, നമുക്ക് അറിയാവുന്നൊരു കടയുണ്ട്, നമുക്ക് അവിടെ നിന്ന് സാധനം ചെക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാമെന്നും പറഞ്ഞതേ. ഞാൻ അയാളുടെ കൂടെ ആ ഷോപ്പും തപ്പി നേരെ അങ്ങോട്ട് നടക്കാൻ പോയി. ഒരു 5 മിനിറ്റ് നടന്നപ്പോഴേക്കും ആ ഷോപ്പിലേക്ക് എത്തി. ഷോപ്പിൽ കയറിയപ്പോൾ തന്നെ പാകിസ്ഥാനി. അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പേടി, എടുക്കണോ വേണ്ടേ ആ ഒരു ഡബിൾ മൈൻഡായിട്ടു. അത് കഴിഞ്ഞപ്പോൾ ആൾ നോൺ ആക്റ്റീവ് ഫോൺ വിത്ത് ബോക്സ് പീസ് സാധനം എനിക്ക് ബോക്സിൽ നിന്ന് എടുത്തു തന്നു. അതിൻ്റെ ഡിസ്പ്ലേയുമ്പോൾ ഒരു കവറുണ്ട്, ഞാനത് ഊരി ഫോൺ ഫുള്ള് ചെക്ക് ചെയ്യാൻ നോക്കി. ഫോൺ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള 15 സ്റ്റെപ്പുകളാണ് A to Z ഞാൻ ആദ്യം മുതൽ ഞാൻ തപ്പിയത്. അതിന് ശേഷം എനിക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എനിക്ക് പൊരുത്തപ്പെടാൻ തോന്നിയില്ല. കാരണം 256 GB അവർ പറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് 2700, 512 GB 3000. ഞാൻ പറഞ്ഞു പുതിയ ഫോൺ എടുക്കാനായിട്ട് ഈ ഒരു എമൗണ്ട് അല്ലേ ആവുള്ളൂ, പിന്നെ ഈ നോൺ ആക്റ്റീവ് സെറ്റ് ഇപ്പോൾ എടുക്കണത് ഈ റേറ്റിന് എടുക്കാന്ന് പറയുന്നത് എനിക്ക് നഷ്ടമല്ലേ. അപ്പോൾ ഒരു നോൺ ആക്റ്റീവ് പീസ് എന്ന് പറഞ്ഞാലും പുത്തൻ തന്നെയല്ലേ ബ്രോ. ഞാൻ പറഞ്ഞു സാധനം പുത്തനാണ്, എന്തുവാണ്, ഓക്കെ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇത് കുറേ നാൾ 2-3 വർഷം മുന്നത്തെ ഫോണാണേ.
ഈ റേറ്റിന് എടുക്കാന്ന് പറയുന്നത് ആ ഇറങ്ങിയ ടൈമിലുള്ള റേറ്റിന് ഞാൻ ഈ നോൺ ആക്റ്റീവ് ഇത്ര വർഷം കഴിഞ്ഞ് എടുക്കാന്നുണ്ടെങ്കിൽ അതെനിക്ക് നഷ്ടമാണ് ബ്രോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഫോൺ A to Z ചെക്ക് ചെയ്തു. നോൺ ആക്റ്റീവ് ഫോണിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതിന് വാറണ്ടി ഉണ്ടാവില്ല, ഗ്യാരണ്ടി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഫോൺ നീറ്റായിരിക്കും, കണ്ടീഷനായിരിക്കും. ആ ഷോപ്പിൻ്റെ വാറണ്ടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിനും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ബാക്കി A to Z സാധനങ്ങൾ പക്കയായിരിക്കും. നോൺ ആക്റ്റീവ് ഫോൺസ് വരുന്നത് 3 സ്ഥലത്തു നിന്നാണ്. 1 ചൈനയിൽ നിന്ന്, 2 കൊറിയയിൽ നിന്ന്, 3 ഇന്ത്യയിൽ നിന്ന്. പിന്നെ US നിന്ന് ഡയറക്റ്റ് വരുന്ന സാധനങ്ങളുണ്ട്. US നിന്ന് ഡയറക്റ്റ് വരുന്ന സാധനങ്ങൾ കിട്ടാന്ന് പറയുന്നത് റയറാണ്. സോ എനിക്ക് ഇന്ന് കിട്ടിയത് US നിന്ന് വന്നേക്കണം നല്ല കിഡ് ഐഫോൺ, ഒറിജിനൽ ഐഫോൺ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിന് വാറണ്ടി ഗ്യാരണ്ടി എല്ലാം 2024 എക്സ്പയർ ആയേക്കണത്. അതിനുശേഷം ഞാൻ ഫോൺ മുഴുവൻ ചെക്ക് ചെയ്തു. നിങ്ങൾ നോൺ ആക്റ്റീവ് എടുക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും ഫോൺ ചെക്ക് ചെയ്ത് തന്നെ വാങ്ങും. അതിനുശേഷം ഞാൻ ഈ ഫോൺ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഈ ഫോൺ ഇത്രയും റേറ്റിന് എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എൻ്റെ ബാർഗെയിൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. എങ്ങൊന്നുമില്ലാത്തൊരു മയമില്ലാത്ത ബാർഗെയിൻ. ഞാൻ പറഞ്ഞു ചേട്ടാ അതിനവിടെ സ്ക്രാച്ച് ഉണ്ട്, ഇവിടെ സ്ക്രാച്ച് ഉണ്ട്, അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് എന്നെ മടുപ്പ് തുടങ്ങി. ഞാൻ പറഞ്ഞു നിങ്ങളൊരു ലാസ്റ്റ് റേറ്റ് പറയാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു 512 GB ആണെന്നുണ്ടെങ്കിൽ 2500, 256 GB ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2300, 200 ഡിഫറൻസ്. ഞാൻ പറഞ്ഞു എനിക്ക് 512 GB മതി, 256 വേണ്ട. ഈ 512 നിങ്ങൾ ലാസ്റ്റ് എത്ര തരും? അപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു 2400 ദിർഹംസ്. ഞാൻ പറഞ്ഞു 2300. അപ്പോൾ പറഞ്ഞു ഇല്ല പറ്റൂല. ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു 2250 ആക്കി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും 2250 ഫോൺ അങ്ങോട്ട് ഡീലാക്കി. അത് കഴിഞ്ഞ് കാശ് കൊടുക്കാൻ നേരത്ത് ഞാൻ ചോദിച്ചു എൻ്റെ കയ്യിൽ ക്യാഷായിട്ട് കുറച്ചുണ്ടാവുള്ളൂ, ബാക്കി ഞാൻ ATM നിന്ന് എടുത്തു തരാം. ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പുള്ളീനെ കൊണ്ട് നൈസായിട്ട് ATM പോയിട്ട് 2250 രൂപ പറഞ്ഞ ഈ പുത്തൻ ഐഫോൺ ലാസ്റ്റ് 2200 ഞാൻ ഡീലാക്കിയിട്ട് വന്നു. എന്തോരം ബാർഗെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങളത് ബാർഗെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഫോൺ വാങ്ങാൻ എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ചോയ്സ് ആയിരിക്കും കേട്ടോ. ഇല്ലാതുണ്ടെങ്കിൽ നിങ്ങൾ അവർ പറയണ കാശും കൊടുത്ത് ഈ ഫോണും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരേണ്ടി വരും. സോ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.